ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ടു യൂസ് ദീസ് വേർഡ്സ് കറക്റ്റ്ലി. ഏതൊക്കെ വേർഡ്സ്? അതായത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളുടെ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്, വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിരുന്നു എന്നൊക്കെ പറയില്ല. അപ്പം എത്തരം രീതിയിലുള്ള ഫ്രേസസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരിക്കാം. അത് ആ വേർഡ്സ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ക്വാണ്ടിറ്റി ഫ്രേസസ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും നമസ്കാരം. ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ടൊരു ബ്രാൻഡ് ന്യൂ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വാക്കുകൾ. ദീസ് ഫ്രേസസ് ആർ യൂസ്ഡ് ടു മെൻഷൻ ദ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. അതായത് എന്തിൻ്റെങ്കിലും ക്വാണ്ടിറ്റി കാണിക്കുക, എത്രത്തോളം ഉണ്ട് അതിൻ്റെ അളവ് കാണിക്കാനായിട്ട്. സോ എ ലോട്ട്, അല്ലെങ്കിൽ എ ലോട്ട് ഓഫ്, അല്ലെങ്കിൽ പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുക. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഏതാ നോക്കേണ്ടത്? A lot of അല്ലെങ്കിൽ lots of, ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ both mean a large amount of number of people or things and used before countable nouns and uncountable nouns. Countable nounsന്റെ കൂടെയും uncountable nounsന്റെയും കൂടെ. പക്ഷെ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം. People, things, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഒരു സെന്റൻസ് വഴി നമുക്ക് നോക്കാം. There is a lot of water in the pond. There is a lot of water in the pond. വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ടാണ് there is a lot of water in the pond എന്ന് പറയുന്നത്. അതേസമയം lots of birds have come here today. ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്, നമുക്ക് എണ്ണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ lots of എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ lot എന്ന് പറയുന്നത് a lot of water അല്ലെങ്കിൽ a lot of money അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ lots of birds അല്ലെങ്കിൽ lots of animals, അത്തരം രീതിയിൽ നമുക്ക് കൗണ്ടബിൾ lots of people, ലോട്ട്സ്. അപ്പോൾ നമ്മളവിടെ എസ് യൂസ് ചെയ്യുക, അവിടെ ഉപയോഗിക്കാനും പാടില്ല. ഓർത്ത് വയ്ക്കുക ഈ കാര്യം. റൈറ്റ്. അതേസമയം a lot എന്ന് പറയുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ മീൻസ് ഓഫൻ ഓർ വെരി മച്ച്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്വർബ്. നമ്മളുടെ എന്താ പറയുക, എത്രത്തോളം ഉണ്ട് നമ്മൾ പറയില്ലേ. ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഐ ലൈക്ക് ബിരിയാണി a lot, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ പറയില്ല. ആ സമയത്ത് നമുക്ക് a lot എന്ന് പറയാൻ പറ്റും. കാരണം അവിടെ അതൊരു അഡ്വേർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൈക്കിനെ നമ്മൾ കുറച്ചുകൂടെ, അഡ്വേർബ് എന്ന് പറഞ്ഞാൽ വേർബ്, ഇവിടെ എന്താണ് വേർബ്, ലൈക്കാണ്. അപ്പം അതിനെ നമ്മൾ കുറച്ചുകൂടെ വിശേഷിപ്പിക്കുകയാണ്. ഐ ലൈക്ക് ബിരിയാണി a lot, എനിക്ക് ഇഷ്ടം ഭയങ്കര കൂടുതലാണ് എന്നുള്ള കാണിക്കാൻ. വേറെ ആരും നോക്കുവാണെങ്കിൽ ഐ ഗോ ടു മോൾ a lot, ഞാൻ ഒരുപാട് തവണ, ഞാൻ മോൾ മിക്ക സമയം ഞാൻ പോവാറുണ്ട് എന്നുള്ള കാണിക്കാം. അപ്പം അത്തരം രീതിയിൽ ഒരു അഡ്വേർബ് ആയിട്ടും നമുക്ക് a lot ഉപയോഗിക്കാൻ പറ്റും. ഓൾറൈറ്റ്. അടുത്ത പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിമൈൻഡർ അബൌട്ട് Capshine's ലേണിംഗ് സ്റ്റൈൽ. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈവ് ക്ലാസ്സസ്, സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, മറ്റ് ലേണേഴ്സുമായിട്ട് ചേർന്ന് നിന്ന് സംസാരിക്കാം, നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ ലാഗ് ചെയ്യുന്നു, എവിടെയൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നു, ഈ മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ ഉപയോഗിച്ച്. ആൻഡ് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും ഓരോ പേഴ്സണൽ കോച്ച് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ദിവസവും നിങ്ങൾക്ക് മൈക്രോ ലെസൺസ് തരുന്നതായിരിക്കും ഓരോ ടോപ്പിക്കിന് മുമ്പിൽ, ഓരോ കോൺസെപ്റ്റിനെ കുറിച്ച്. കാരണം അത് കുറച്ചുകൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് അടിപൊളി ഡീലാണ് ഈ സംഭവം. സോ ഇത് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അടുത്തൊരു സംഭവം നോക്കുകയാണെങ്കിൽ പ്ലെന്റി ഓഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. യൂസ് പ്ലെന്റി ഓഫ് വിത്ത് സിംഗുലർ അൺകൗണ്ടബിൾ നൗൺസ് ഓർ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്. സിംഗുലർ അൺകൗണ്ടബിൾ നൗൺസ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഷീ ഹാസ് പ്ലെന്റി ഓഫ് മണി. അൺകൗണ്ടബിൾ നൗൺസ്, അതും സിംഗുലർ. മണീസ് എന്ന് നമ്മൾ പറയില്ല, മനസ്സിലായല്ലോ. സോ പ്ലെന്റി ഓഫ് മണി. അതേസമയം പ്ലൂറൽ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ എങ്ങനെയാണ്, ദർ ഇസ് പ്ലെന്റി ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഫുഡും ഒരു എന്താ പറയുക അൺകൗണ്ടബിൾ ആണ് ഇവിടെ. സോ ദർ ഇസ് പ്ലെന്റി ഓഫ് ഫുഡ് ലെഫ്റ്റ്. വേറൊരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ there are plenty of chairs in the room, അല്ലെങ്കിൽ there are plenty of flowers in this garden. അപ്പം നമ്മൾ കണ്ടു there are ആണ് പറയുന്നത്. അത് നമ്മൾ കൗണ്ടബിൾ പ്ലൂറൽ ഫോംസിന്റെ കൗണ്ടബിൾ നൗൺസ് പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ there are plenty എന്ന് പറയും. അതേസമയം ഇവിടെ മണി, ഫുഡ് എന്നൊക്കെ പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അവിടെ നമ്മളപ്പം she has അല്ലെങ്കിൽ there is, നമ്മൾ അവിടെ എന്താ പറയുക അതിന്റെ സിംഗുലർ ഫോമിലാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പം പ്ലെന്റി ഓഫ് ബോത്ത് അൺകൗണ്ടബിളിന്റെ കൂടെയും കൗണ്ടബിളിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അതിന്റെ വേർബ് ഫോം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അടുത്ത നോക്കുകയാണെങ്കിൽ a great deal of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്നുള്ള സംഭവമാണ്, ആ ഒരു മീനിങ് ആണ് ഇതിന് കൊടുക്കുന്നത്. ജോർജ് സ്പെൻസ് a great deal of his time doing yoga.
അത്യാവശ്യം നല്ല സമയം നമ്മൾ പറയില്ല, അത്യാവശ്യം എമൗണ്ട് ഓഫ് ഒരു സമയം അവൻ യോഗ ചെയ്യാൻ അവൻ സ്പെൻഡ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാറ ഓഫേർഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് വർക്ക്, അല്ലെങ്കിൽ ഹെൽപ്പ് ഹിയർ. അപ്പം അത്തരം രീതിയിൽ നമുക്ക് ഒരു ഗ്രേറ്റ് ഡീൽ ഓഫ് ഒരു കൺസിഡറബിൾ എമൗണ്ട് നമ്മൾ പറയില്ല. അത് കൂടുതലും പോകുന്നത് ടൈം എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ എത്ര 3 ഹെൽപ്പ് 3 ടൈം എന്ന് പറയില്ല, അതുകൊണ്ടാണ് ഇത് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെയാണ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റ്. A large number of is generally used with plural nouns. A large number of നമ്മൾ പറയില്ല. A large number of people are watching the match today. People എന്ന് പറയുന്നത് countable ആണോ uncountable ആണോ? അതൊരു countable ആണ്. So 4 people 3 people എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ it's generally അതിൻ്റെ singular എന്ന് പറഞ്ഞ person ആണ്. So people isn't countable now. So a large number of people are watching the match today. ഇത്തരം രീതിയിൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളും ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ കുറച്ച് ഫ്രേസസ് നോക്കി ഒരളവിനെ എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഫ്രേസസ് വഴി. എക്സലൻറ്റ്. സോ ഇനി ഒരു ക്വിസ് ടൈം ആണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്ക് കാർസ് പാസ് ത്രൂ ദിസ് സ്ട്രീറ്റ് ഡെയിലി. അപ്പം ഇതിനകത്ത് കാർസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. അപ്പം ഇവിടെ അ ലോട്ട് ആണോ പറയുന്നത്, അ ലോട്ട് ഓഫ് അല്ലെങ്കിൽ പ്ലെന്റി, ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ നോക്കട്ടെ. അ ലോട്ട് ഓഫ് കാർസ് പാസ് ത്രൂ ദിസ് സ്ട്രീറ്റ് ഡെയിലി, അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അ ലോട്ട് കാർസ് എന്ന് പറഞ്ഞതിന് അർത്ഥം അ ലോട്ട് ഓഫ് എന്ന് പറയുന്ന അ ലോട്ട് ഓഫ് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ യൂസേജ്. ദർ ഈസ് ബ്ലാങ്ക് ഗാർബേജ് പൈൽഡ് അപ്പ് ബൈ ദ ബീച്ച്. ദർ ഈസ് എന്തായിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ? ദർ ഇസ് എ ബ്ലാങ്ക് ഗാർബേജ്. ഗാർബേജ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അത് കാരണം ദർ ഈസ് പ്ലെന്റി ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ദർ ഇസ് പ്ലെന്റി, ഈസ് കണ്ടോ അവിടെ വന്നത്. അപ്പം പ്ലെന്റി അതൊരു അൺകൗണ്ടബിൾ നൗൺ ആയതാണ്. ദർ ഇസ് പ്ലെന്റി ഓഫ് ഗാർബേജ് പൈൽഡ് അപ്പ് ബൈ ദ ബീച്ച്. ഗ്രേറ്റ്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഐ ഹാവ് ബീൻ തിങ്കിങ്, ഞാൻ ഒരുപാട് ആലോചിച്ചു അതിനെക്കുറിച്ചെന്ന് പറഞ്ഞില്ല. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് അ ലോട്ട്, അതാണ് എൻ്റെ കറക്റ്റ് ആയ ഉത്തരം. ഗ്രേറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻ്റെ ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വിസിറ്റ് capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.